Hello everyone, welcome back to our 31-day English fluency course. I'm so happy to see you again. In this course, we are currently learning how to speak English confidently, write correctly, and understand grammar easily. Today is day 12 and our topic is be, do and have forms. പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും 12ാമത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം ബി ഫോംസ്, ഡു ഫോംസ്, ഹാവ് ഫോംസ് എന്നൊക്കെ ഉള്ളതാണ്. അത് എന്തൊക്കെയാണ്, ഏതൊക്കെയാണ്, എങ്ങനെയാണ് അതിൽ സെൻറ്റൻസുകൾ എഴുതുക, പറയുക, ഇതൊക്കെ നമുക്ക് നോക്കാം. These are the most important helping verbs in English. If you understand these verbs clearly, you will be able to make correct sentences, questions, negative sentences, continuous tenses, and perfect sentences. So this lesson is one of the most important grammar lessons in English. Let's begin. What are helping verbs? Helping verbs are verbs that help the main verb to form correct sentences. ഒരു വാചകത്തെ പൂർണ്ണമാക്കാൻ അതിലെ പ്രധാന ക്രിയകളെ സഹായിക്കുന്ന ക്രിയകളെയാണ് ഹെൽപ്പിംഗ് വെർബ്സ് എന്ന് പറയുക. ഒരു വാചകം പൂർണ്ണമാണെങ്കിൽ വെർബിനോടൊപ്പം അതിനെ സഹായിക്കാൻ സഹായ ക്രിയകളുമാണ്. അത്ര സഹായ ക്രിയകളെയാണ് ഹെൽപ്പിംഗ് വെർബ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയുക. ഫോർ എക്സാമ്പിൾ, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? ഐ ആം സ്റ്റഡിങ്. ഇവിടെ സ്റ്റഡി എന്നുള്ളത് വെർബാണ്. ആ വെർബിനെ സഹായിക്കുന്ന സഹായക്രിയയാണ്, ഹെൽപ്പിംഗ് വെർബാണ് ആം എന്നുള്ളത്. നോക്കൂ, അതില്ലാതെ നമുക്ക് പറഞ്ഞാൽ അങ്ങേയറ്റം മിസ്റ്റേക്ക് ആയിരിക്കും അല്ലേ? ഐ സ്റ്റഡിങ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ആണ് എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടി നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന ഹെൽപ്പിംഗ് വെർബാണ് ആം. ദെൻ അവൾ ഹോംവർക്ക് ചെയ്യുന്നു. ഷി ഡസ് ഹെർ ഹോംവർക്ക്. അപ്പോൾ ഇവിടെ ഡസ് എന്നുള്ള വാക്ക് ഇവിടെ മെയിൻ വെർബായിട്ട് ആക്റ്റീവാണ്. അപ്പോൾ അതായത് ഒരു സെൻറ്റൻസിൽ അർത്ഥം പൂർണ്ണമാകാൻ വേണ്ടി പ്രധാന ക്രിയയെ സഹായിക്കുന്ന വെർബുകളാണ് ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയുക. അവർ ജോലി പൂർത്തിയാക്കിയിട്ടുണ്ട്. ദേ ഹാവ് ഫിനിഷ്ഡ് ദ വർക്ക്. ദേ ഹാവ് ഫിനിഷ്ഡ് ദി വർക്ക്. So now we discuss the main auxiliary verbs in English, and we divided it into 4 primary auxiliary form, that is be forms. They are am, is, are, was, were, being, been. Then have forms. They are have, has and had. Then do forms. Do, does, did. And modal auxiliaries also there. They are can, could, may, might, must, shall, should, will, would, ought to. So in this video we discuss the main 3 important helping verbs in English, that is be forms, do forms and have forms. First one among the auxiliary forms, that is be verb forms. Am, is, are, was, were, are the main be verb forms in English. Now we discuss each one. First one, am. Am എന്ന ഓക്സിലറി വെർബിൻ്റെ അർത്ഥം ആണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഈസ്, ആർ, ഇതെല്ലാം ആണ് അല്ലെങ്കിൽ ആകുന്നു എന്നർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. പ്രത്യേകമായിട്ട് ഇത് ഉപയോഗിക്കുക പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് ഈസ്, ആം, ആർ ഒക്കെ ഉപയോഗിക്കുക കൂടുതലായിട്ടും. അപ്പോൾ ആം എന്നുള്ളത് ഐക്കൊപ്പവും ഈസ് എന്നുള്ളത് സിംഗുലർ പ്രസൻറ്റ് കണ്ടിന്യൂസ് സിംഗുലർ ഫോമിലാണ്. അതായത് ഹി, ഷീ, ഇറ്റ്, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പേര് അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ പേര് ഒക്കെ അതിനോടൊപ്പമൊക്കെയാണ് നമ്മൾ ഈസ് ഉപയോഗിക്കുക. ദെൻ ആർ ഉപയോഗിക്കുന്ന പ്ലൂറൽ സബ്ജക്റ്റിനൊപ്പമാണ്. യു, വി, ദൈ ഒക്കെ അതിനൊക്കെയൊപ്പമാണ് ആർ ഉപയോഗിക്കുക. നമുക്ക് ഓരോ എക്സാമ്പിളോട് നോക്കാം. ഐ ആം വർക്കിംഗ് ഓൺ ദിസ് പ്രോജക്റ്റ്. ഞാൻ ഈ ഒരു പ്രോജക്റ്റിൻ്റെ അല്ലേ, അപ്പോൾ അത് വർക്ക് തുടർന്നുകൊണ്ടിരിക്കുന്നു, ചെയ്തുകൊണ്ടിരിക്കുന്നു. ദെൻ ഹീ ഈസ് ഗോയിങ് ടു മാർക്കറ്റ്. അവൻ മാർക്കറ്റിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു.
അത് കണ്ടിന്യൂസ് ആണ് അല്ലേ. ദേ ആർ സ്ലീപ്പിംഗ്, അവൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഫോം കൺസ്ട്രക്ട് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഹെൽപ്പിംഗ് വെർബാണ് ആം, ഈസ്, ആർ എന്നിവ. ദെൻ പാസ്റ്റ് ഫോമിലേക്ക്, പാസ്റ്റ് കണ്ടിന്യൂസ് ഫോം മേക്ക് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ബി വെർബ് ഫോംസ് ആണ് വാസ്, വെയർ. രണ്ടിൻ്റെയും അർത്ഥം ആയിരുന്നു എന്നാണ്. സിംഗുലർ സബ്ജക്റ്റിൽ വാസ് ഉപയോഗിക്കും. പ്രധാനമായിട്ട് ഹി, ഷീ, ഇറ്റ് അല്ലെങ്കിൽ നെയിം. ഇവിടെ ഐയുടെ കൂടെ ഒപ്പവും നമ്മൾ വാസ് ഉപയോഗിച്ചാണ് പറയുക. അതുപോലെ തന്നെ പ്ലൂരൽ സബ്ജക്റ്റിനൊപ്പം യു, വി, ദേ അതിനൊക്കൊപ്പം വെയറാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ യു, വി, ദേ മാത്രമല്ല, നമ്മൾ ഈ പറയുന്ന പോലെ വ്യക്തികളുടെ പേരാവാം, പ്രത്യേകിച്ച് സ്റ്റുഡൻസ് അല്ലെങ്കിൽ ആക്ടേഴ്സ് അല്ലെങ്കിൽ എന്താ പറയുക ടീച്ചേഴ്സ്. അപ്പം നമുക്കങ്ങനെ പ്ലൂറലായിട്ട് കിട്ടുന്ന എന്ത് സബ്ജക്റ്റിനൊപ്പവും നമ്മൾ എന്താണ് ഉപയോഗിക്കുക, വെയർ ആണ് ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് 2 എക്സാമ്പിൾ നോക്കാം. വാസിന് എക്സാമ്പിൾ, ഷി വാസ് ഡൂയിങ് ഹെർ വർക്ക്, അവൾ അവളുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ദ ചിൽഡ്രൻ വെയർ പ്ലേയിങ് ഇൻ ദ പാർക്ക്, കുട്ടികൾ പാർക്കിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട വെർബ് ഫോംസ് ആം, ഈസ്, ആർ, വാസ്, വെയർ. Now we discuss the uses of be form, be verbs. First one, to describe a person or thing. ഒരു വ്യക്തിയെയോ വസ്തുവിനെയോ വിവരിക്കാൻ നമ്മൾ ബി വെർബ്സ് ഉപയോഗിക്കാറുണ്ട്. ഞാനൊരു അധ്യാപകനാണ്. ഐ ആം എ ടീച്ചർ. ഐ ആം എ ടീച്ചർ. അവൾ സുന്ദരിയാണ്. അപ്പോൾ അത് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെയാണ് വിവരിക്കുക. ഷീ ഈസ് ബ്യൂട്ടിഫുൾ. അവൾ സുന്ദരിയാണ്. ആകാശം നീലയാണ്. ദ സ്കൈ ഈസ് ബ്ലൂ. അവർ എൻ്റെ സുഹൃത്തുക്കളാണ്. ദേ ആർ മൈ ഫ്രണ്ട്സ്. അപ്പം വ്യക്തികളെയോ വസ്തുക്കളെയോ ഒക്കെ വിവരിക്കാൻ നമ്മളെ സഹായിക്കുന്ന ബി വെർബ്സ് ഫോമാണ് ഈസ്, ആം, ആർ എന്ന് ഉള്ളത്. ഇനി ടു ഷോ ലൊക്കേഷൻ, രണ്ടാമത്തെ ഉപയോഗം ലൊക്കേഷൻ, സ്ഥലം കാണിക്കാൻ, എവിടെയാണ് എന്ന് കാണിക്കാൻ. ഫോർ എക്സാമ്പിൾ, പുസ്തകം മേശപ്പുറത്താണ്. ദ ബുക്ക് ഈസ് ഓൺ ദി ടേബിൾ. ഞാൻ വീട്ടിലാണ്. ഐ ആം അറ്റ് ഹോം. കുട്ടികൾ ക്ലാസ് മുറിയിലാണ്. ദ ചിൽഡ്രൻ ആർ ഇൻ ദി ക്ലാസ് റൂം. എൻ്റെ പപ്പ, എൻ്റെ അച്ഛൻ ഓഫീസിലാണ്. മൈ ഫാദർ ഈസ് ഇൻ ദി ഓഫീസ്. തേർഡ് വൺ, ടു ഷോ ഏജ്, പ്രായത്തെക്കുറിച്ച് പ്രായം പറയാൻ ഉള്ള സന്ദർഭങ്ങളിലൊക്കെ ബി വെർബ് ഫോം ഉപയോഗിക്കാറുണ്ട്. എനിക്ക് 12 വയസ്സുണ്ട്. ഐ ആം 12 years old. അവന് 10 വയസ്സുണ്ട്. ഹീ ഈസ് 10 years old. എൻ്റെ സഹോദരിക്ക് 5 വയസ്സുണ്ട്. മൈ സിസ്റ്റർ ഈസ് 5 years old. അവർക്ക് 15 വയസ്സുണ്ട്. ദേ ആർ 15 years old. ഫോർത്ത് യൂസേജ് ഈസ് വി യൂസ് ടു മേക്ക് കണ്ടിന്യൂസ് ടെൻസ്. കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ അത് രൂപപ്പെടുത്താൻ ബി വെർബ് ഫോം ഉപയോഗിക്കും. പ്രധാനമായിട്ടും ഈസ്, ആം, ആർ ആണ് ഉപയോഗിക്കുക. വാസും വെയറും പാസ്റ്റിൽ ഉപയോഗിക്കും. ദെൻ ഞാനൊരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കും. അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അത് ഐ ആം റീഡിങ് എ ബുക്ക്. ഞങ്ങൾ ടി വി കാണുകയാണ്. അപ്പോൾ അത് തുറന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ വി ആർ വാച്ചിങ് ടി വി. അവൻ ഫുട്ബോൾ കളിക്കുകയാണ്. ഹീസ് പ്ലേയിങ് ഫുട്ബോൾ. അവർ കളിച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ അവർ കളിക്കുകയായിരുന്നു. ദേ വേർ പ്ലേയിങ്. Now we can see a few examples of all be forms. I am happy. ഞാൻ സന്തോഷവാനാണ്. ഷീ ഈസ് എ ഡോക്ടർ. ഒരു ഡോക്ടറാണ്. ദേ ആർ സ്റ്റുഡൻസ്. അവർ വിദ്യാർത്ഥികളാണ്. ഹി വാസ് ടയേർഡ്. അവൻ ക്ഷീണിതനായിരുന്നു. വി വെയർ ലേറ്റ്. ഞങ്ങൾ വൈകി. അപ്പം പ്രധാനപ്പെട്ട ബി ഫോംസ് ആം, ഈസ്, ആർ, വാസ്, വെയർ. Now we move to the second verb forms, that is do verb forms. ഇംഗ്ലീഷിൽ പ്രധാനമായിട്ടും ഡു വെർബ് ഫോംസ് എന്നറിയപ്പെടുന്ന 3 ഫോമുകളാണ് ഡു, ഡസ് ആൻഡ് ഡിഡ്. അപ്പോൾ ഡു അല്ലെങ്കിൽ ഡസ് എന്ന് പറയുന്ന ആ ഓക്സിലറി വെർബിൻ്റെ മീനിങ് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യുന്നു എന്നാണ്. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റിൽ അതിൽ പ്ലൂറൽ സബ്ജക്റ്റിനൊപ്പം ഡു നമ്മൾ ചേർക്കും.
ഐ യു വി ദേ അവയ്ക്കൊപ്പമൊക്കെ നമ്മൾ ഡു ആണ് ഉപയോഗിക്കുക. സിംഗുലർ സബ്ജക്റ്റിനൊപ്പം ഹി ഷീ ഇറ്റ് അല്ലെങ്കിൽ നെയിം അതിനൊക്കെ ഒപ്പം നമ്മൾ ഡസ് ആണ് ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഓരോ ഉദാഹരണങ്ങൾ നോക്കാം. ഞാൻ എല്ലാ ദിവസവും എൻ്റെ ഹോംവർക്ക് ചെയ്യുന്നു. ഇപ്പോൾ ചെയ്യുന്നു എന്നുള്ള അർത്ഥമാണ് അവിടെ അല്ലേ. ഐ ഡു മൈ ഹോംവർക്ക് എവരി ഡേ. അവൾ തൻ്റെ ജോലി വൃത്തിയായി ചെയ്യുന്നു. ഷി ഡസ് ഹെർ വർക്ക് നീറ്റ്ലി. ഇനി ഇതേ വാചകങ്ങൾ നമ്മൾ സിമ്പിൾ പാസ്റ്റിൽ പറയുമ്പോൾ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബാണ്, ഡു ഫോമാണ് ഡിഡ് എന്നുള്ളത്. ഡിഡ് എന്ന വാക്കിൻ്റെ അർത്ഥം ചെയ്തു എന്നാണ്. ഇപ്പോൾ സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ ഹി ഷീ ഇറ്റ് അല്ലെങ്കിൽ പേരൊക്കെ ആണെങ്കിൽ നമ്മൾ ഡിഡാണ് ഉപയോഗിക്കുക. ഇനി പ്ലൂരൽ ആണെങ്കിലും നമ്മൾ ഡിഡ് തന്നെയാണ്, യു വി ദേ. അപ്പോൾ പാസ്റ്റ് ടെൻസിൽ ഡു ഫോംസിന് വ്യത്യാസമൊന്നുമില്ല, ഒരേ ഒരെണ്ണമുള്ളൂ, ഡിഡാണ് ഉപയോഗിക്കുക. അവൻ ഇന്നലെ ഹോംവർക്ക് ചെയ്തു. ഹി ഡിഡ് ഹിസ് ഹോംവർക്ക് യെസ്റ്റർഡേ. വിദ്യാർത്ഥികൾ പരീക്ഷയിൽ നന്നായി ചെയ്തു, നന്നായിട്ട് എഴുതി. ദ സ്റ്റുഡൻസ് ഡിഡ് വെൽ in the exam. Okay, now we discuss the uses of do verbs. First one, to ask questions. ചോദ്യങ്ങൾ ചോദിക്കാൻ നമ്മൾ ഡു വെർബ്സ് ഉപയോഗിക്കാറുണ്ട്. ഡു യു ലൈക്ക് ടീ? നിനക്ക് ചായ ഇഷ്ടമാണോ? അവൾ പാടുമോ? ഡസ് ഷീ സിംഗ്? അവർ ഫുട്ബോൾ കളിക്കുമോ? ഡു ദേ പ്ലേ ഫുട്ബോൾ? അവൻ നിന്നെ വിളിച്ചോ? ഡിഡ് ഹി കോൾ യു? ഡിഡ് ഹി കോൾ യു? സെക്കൻഡ് യൂസേജ്, ടു മേക്ക് നെഗറ്റീവ് സെൻറ്റൻസസ്. നിഷേധവാക്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ നമ്മളെ ഡു വെർബ്സ് സഹായിക്കുന്നു. എനിക്കറിയില്ല, ഐ ഡു നോട്ട് നോ, അല്ലെങ്കിൽ ഓർ വി ക്യാൻ സേ ഐ ഡോണ്ട് നോ. അവൾ ടി വി കാണാറില്ല. ഷീ ഡസ് നോട്ട് വാച്ച് ടി വി. അതർവൈസ് വി ക്യാൻ സേ ഷീ ഡസൻ വാച്ച് ടി വി. ഞങ്ങൾക്ക് പാഠം മനസ്സിലായില്ല, ഞങ്ങൾക്കിത് മനസ്സിലായില്ല. വി did not understand the lesson, or we can say we didn't understand the lesson. അവൻ ഇന്നലെ വന്നില്ല. He did not come yesterday, or he didn't come yesterday. Third one, for emphasis. അതായത് വാക്യത്തിന് കൂടുതൽ ഊന്നൽ നൽകി പറയാൻ നമ്മൾ ഡു വെർബ് ഫോംസ് ഉപയോഗിക്കാറുണ്ട്. എനിക്ക് കാപ്പി ശരിക്കും ഇഷ്ടമാണ്. കാപ്പി അപ്പോൾ എങ്ങനെ പറയാം? ഐ ഡു ലൈക്ക് കോഫി. ഐ ഡു ലൈക്ക് കോഫി. അവൻ ഉത്തരം ശരിക്കും അറിയാം. ഹി ഡസ് നോ ദ ആൻസർ. ഹി ഡസ് നോ ദ ആൻസർ. ഞാൻ നിന്നെ ശരിക്കും വിളിച്ചു. ഐ ഡിഡ് കോൾ യു. ഐ ഡിഡ് കോൾ യു. പക്ഷെ നീ എടുത്തില്ല എന്നൊക്കെയുള്ള അർത്ഥത്തിൽ. അവർ ഞങ്ങളെ ശരിക്കും സഹായിച്ചു. ദേ ഡിഡ് ഹെൽപ്പ് അസ്. ദേ ഡിഡ് ഹെൽപ്പ് അസ്. ഫോർത്ത് വൺ, ആസ് എ മെയിൻ വേർഡ്. ഒരു പ്രധാന ക്രിയയായിട്ട് നമ്മൾ ഈ ഡു വേർഡ് ഫോംസ് ഉപയോഗിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഹോംവർക്ക് ചെയ്യും. ഐ ഡു മൈ ഹോംവർക്ക്. ഇപ്പം മറ്റ് ക്രിയകൾ അവിടെ ഇല്ല, അപ്പോൾ അതുകൊണ്ട് ഡു എന്ന് പറയുന്ന ആ വെർബ് ഫോം അവിടെ മെയിൻ വെർബായിട്ട് ആക്ട് ചെയ്യാം. അവൾ വസ്ത്രം അലക്കുന്നു. ഷീ ഡസ് ദി വാഷിംഗ്. അവർ അവരുടെ കടമകൾ നന്നായിട്ട് ചെയ്യുന്നു. ദേ ഡു ദെയർ ഡ്യൂട്ടീസ് വെൽ. ഞങ്ങൾ ഞങ്ങളുടെ ഏറ്റവും നല്ലത് ചെയ്തു. നന്നായിട്ട് ഞങ്ങൾ പെർഫോം ചെയ്തു. അപ്പം എങ്ങനെ പറയാം? വി ഡിഡ് അവർ ബെസ്റ്റ്. വി ഡിഡ് അവർ ബെസ്റ്റ്. Now, this is a table which shows the examples of all do verbs. First one, do. Okay, do ഉപയോഗിക്കുന്ന എവിടെയാണെന്ന് അറിയാം. ഐ, വി, യു, ദേ ഇവയൊക്കെയാണ് ഡു ഉപയോഗിക്കുക. ഞാൻ ജോലി ചെയ്യുന്നു. ഐ ഡു മൈ വർക്ക്. നീ നിൻ്റെ ജോലി നന്നായി ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജോലി നന്നായി ചെയ്യുന്നു. എങ്ങനെ പറയാം? യു ഡു യുവർ വർക്ക് വെൽ. ഇനി ഡസ്. ഡസ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ പറഞ്ഞിരുന്നു സിംഗുലറിനൊപ്പമാണ്. ഹി, ഷീ, ഇറ്റ് അല്ലെങ്കിൽ നെയിം. അപ്പോൾ നോക്കാം. അവൾ യോഗ ചെയ്യുന്നു. അവൾ യോഗ ചെയ്യുന്നു. എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? ഷീ ഡസ് യോഗ. ഷീ ഡസ് യോഗ. അവൻ എല്ലാ ദിവസവും ഹോംവർക്ക് ചെയ്യുന്നു. അവൻ എല്ലാ ദിവസവും ഹോംവർക്ക് ചെയ്യുന്നു. എങ്ങനെ പറയാം? ഹി ഡസ് ഹിസ് ഹോംവർക്ക് എവറി ഡേ. ഇനി പാസ്റ്റ് ടെൻസിൽ, സിമ്പിൾ പാസ്റ്റിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഡു വെർബാണ് ഡിഡ് എന്നുള്ളത്. ഒരേ ഒരെണ്ണമുള്ളൂ, ഡിഡ്. അപ്പോൾ ഐ, യു, വി, ഹി, ഷീ, ഇറ്റ്, ദേ എല്ലാത്തിനൊപ്പം ഡിഡ് തന്നെയാണ് ഉപയോഗിക്കുക. ഞങ്ങൾ ഹോംവർക്ക് ചെയ്തു. വി ഡിഡ് അവർ ഹോംവർക്ക്.
അവർ അവരുടെ ജോലി ചെയ്തു. They did their work. Okay, now we move to the third verb form, that is have forms. Mainly there are three: have, has and had. അപ്പോൾ have, has. ഇപ്പോൾ ഹാവ് ഫോംസിലെ ഹാവിനും ഹാസിനും ഒരർത്ഥമാണ്, ഉണ്ട് എന്നുള്ള അർത്ഥമാണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലാണ് അത് രണ്ടും ഉപയോഗിക്കുക. ആ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ പ്ലൂറൽ ഫോമിനൊപ്പമാണ് ഹാവ് ഉപയോഗിക്കുക. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലെ സിംഗുലർ ഫോമിനൊപ്പം ഹാസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും അർത്ഥം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഐ, യു, വി, ദേ ഇവയ്ക്കൊപ്പം ഹാവാണ് ഉപയോഗിക്കുക, അർത്ഥം ഉണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ രണ്ട് ഉദാഹരണങ്ങൾ നോക്കാം. അവർക്ക് ഒരു വലിയ വീടുണ്ട്. അവർക്കൊരു വലിയ വീടുണ്ട്. They have a big house. They have a big house. അല്ലെങ്കിൽ പറയാം I have a car. എനിക്കൊരു കാറുണ്ട്. ഇനി ഹാസ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഹി, ഷീ, ഇറ്റ്, നെയിം ഇവയോടൊപ്പമാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് കിട്ടാൻ വേണ്ടി. ഉണ്ട് എന്ന് തന്നെ അർത്ഥം. ആ ബാലന്, ആ കുട്ടിക്കൊരു കളിപ്പാട്ടമുണ്ട്. ഇങ്ങനെ ഇംഗ്ലീഷിൽ പറയാം The boy has a toy. The boy has a toy. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് കിട്ടാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന വെർബ് ഫോമാണ് ഹാഡ് എന്നുള്ളത്. ഹാഡ് എന്ന വെർബ് ഫോമിൻ്റെ മീനിങ് ഉണ്ടായിരുന്നു എന്നാണ്. ഉണ്ടായിരുന്നു. അപ്പോൾ ഹാവും ഹാസും ഉണ്ടെന്നും ഹാഡ് ഉണ്ടായിരുന്നു എന്നാണ് പറയുക. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് അതിൽ സിംഗുലറിൽ പ്രത്യേകിച്ചും ഹി, ഷീ, ഇറ്റ്, നെയിം. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് പ്ലൂറൽ യു, വി, ദേ ഇത് എല്ലാത്തിനും ഒപ്പം, വേർതിരിവൊന്നുമില്ല, എല്ലാത്തിനും ഒപ്പം ഹാഡ് തന്നെയാണ് ഉപയോഗിക്കുക. ഷീ ഹാഡ് എ ഹെഡേക്ക് യെസ്റ്റർഡേ. അവൾക്ക് ഇന്നലെ തലവേദന ഉണ്ടായിരുന്നു. ഷീ ഹാഡ് എ ഹെഡേക്ക് യെസ്റ്റർഡേ. ഞങ്ങൾക്കൊരു യോഗം ഉണ്ടായിരുന്നു. വി ഹാഡ് എ മീറ്റിംഗ്. Okay, now we discuss the uses of have verbs. First one, to show possession. ഉടമസ്ഥത കാണിക്കാൻ നമ്മളെ സഹായിക്കുന്നു have verbs. എനിക്കൊരു കാറുണ്ട്. ഐ ഹാവ് എ കാർ. എനിക്കൊരു പേനയുണ്ട്. ഐ ഹാവ് എ പെൻ. അവൾക്കൊരു പേനയുണ്ട്. ഷീ ഹാസ് എ പെൻ. അപ്പം ഹാവ് ഹാസും വേർതിരിച്ച് പറയണം. ഞങ്ങൾക്ക് രണ്ട് നായ്ക്കളുണ്ട്. എങ്ങനെ പറയാം? വി ഹാവ് ടു ഡോഗ്സ്. ദെൻ സെക്കൻഡ് വൺ, ടു മേക്ക് പെർഫെക്റ്റ് ടെൻസ്. അപ്പോൾ പെർഫെക്റ്റ് ടെൻസ് രൂപപ്പെടുത്താൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നത് ഹാവ് വെർബ്സ് ആണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ജോലി പൂർത്തിയാക്കിയിട്ടുണ്ട്. ഐ ഹാവ് ഫിനിഷ്ഡ് മൈ വർക്ക്. ഞാൻ ആ സിനിമ മുൻപ് കണ്ടിരുന്നു. ഐ ഹാഡ് സീൻ ദാറ്റ് മൂവി ബിഫോർ. അവളൊരു കത്ത് എഴുതിയിട്ടുണ്ട്. ഷീ ഹാസ് റിട്ടൺ എ ലെറ്റർ. ഓക്കെ, ആ തേർഡ് യൂസ് ഈസ് ടു ഡിസ്ക്രൈബ് എക്സ്പീരിയൻസസ്, ടു ഷെയർ എക്സ്പീരിയൻസ്. അനുഭവങ്ങൾ പറയാൻ നമ്മളെ സഹായിക്കുന്ന വെർബ് ഫോമാണ് ഹാവ് വെർബ് ഫോമാണ് ഹാവ് അല്ലെങ്കിൽ ഹാഡ് അല്ലെങ്കിൽ ഹാസ് ഒക്കെ. ഓക്കെ, നോക്കൂ, ഞാൻ ആ സിനിമ കണ്ടിട്ടുണ്ട്. ഐ ഹാവ് സീൻ ദാറ്റ് മൂവി. ഐ ഹാവ് സീൻ ദാറ്റ് മൂവി. ഇനി ഞാൻ മോഹൻലാലിനെ കണ്ടിട്ടുണ്ട്. ഐ ഹാവ് സീൻ മോഹൻലാൽ. ഇനി നമുക്ക് അനുഭവങ്ങളാണ് പറയുക. അപ്പം ഞങ്ങൾ കടൽ തീരത്ത് വളരെയധികം സമയം ചെലവഴിച്ചു. അപ്പോൾ എങ്ങനെ പറയാം? വി ഹാഡ് എ വണ്ടർഫുൾ ടൈം അറ്റ് ബീച്ച്. അറ്റ് ദി ബീച്ച്. It's a table which shows the examples of have forms. Main have forms are have, has and had. ഇപ്പോൾ have ഉപയോഗിക്കുന്നത് നമുക്കറിയാം പ്ലൂറൽ സബ്ജക്റ്റിനൊപ്പമാണ്. ഐ, വി, യു, ദേ. അപ്പോൾ ഇതിനൊക്കെ ഒപ്പമാണ് have ഉപയോഗിക്കുക. നമുക്ക് രണ്ട് ഉദാഹരണങ്ങൾ നോക്കാം. എനിക്ക് രണ്ട് സഹോദരന്മാരുണ്ട്. എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഐ ഹാവ് ടു ബ്രദേഴ്സ്. ഞങ്ങൾക്ക് രണ്ട് കുട്ടികളുണ്ട്. വി ഹാവ് ടു ചിൽഡ്രൻ. ഇനി ഹാസ് ഉപയോഗിക്കുക, ഉണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് ഹാവ് ഹാസ് ഉപയോഗിക്കുക. അപ്പോൾ ഹാസ് ഉപയോഗിക്കുക സിംഗുലർ സബ്ജക്റ്റിനൊപ്പം ഹി, ഷീ, ഇറ്റ്, നെയിം അതിനൊക്കെ ഒപ്പമാണ് ഹാസ് ഉപയോഗിച്ച് പറയുക. അവൾക്കൊരു സൈക്കിളുണ്ട്. ഷീ ഹാസ് എ ബൈസൈക്കിൾ. അവന് മനോഹരമായിട്ടുള്ള ശബ്ദമുണ്ട്. അവന് മനോഹരമായ ശബ്ദമുണ്ട്. അങ്ങനെ പറയാം ഹി ഹാസ് എ ബ്യൂട്ടിഫുൾ വോയിസ്. ഇനി പാസ്റ്റ് ഫോമിലേക്ക് വരുമ്പോൾ ഉപയോഗിക്കുന്ന ഹാവ് ഫോം എന്ന് പറയുന്നത് ഹാഡാണ്. ഹാഡ് എന്നതിൻ്റെ അർത്ഥം നമ്മൾ പഠിച്ചിരുന്നു, ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാത്തിനൊപ്പം, എല്ലാ സബ്ജക്റ്റിനൊപ്പം, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും നമ്മൾ ഹാഡ് ചേർത്താണ് പറയുക. നോക്കൂ, എനിക്കൊരു ബൈസൈക്കിൾ ഉണ്ടായിരുന്നു. എനിക്കൊരു സൈക്കിൾ ഉണ്ടായിരുന്നു. അങ്ങനെ പറയാം ഐ ഹാഡ് എ ബൈസൈക്കിൾ.
അവനൊരു നായ ഉണ്ടായിരുന്നു, ഒരു പട്ടി ഉണ്ടായിരുന്നു. ഇങ്ങനെ പറയാം, ഹി ഹാഡ് എ ഡോഗ്. Okay, now our theory session is over. Now we move to the practical. That means worksheet, practice worksheet. So this is the first one. Choose the correct answer from the following. Okay, 3 options are there. So choose the correct answer. First one, I dash a student. ഞാനൊരു സ്റ്റുഡൻ്റ്, ഒരു വിദ്യാർത്ഥിയാകുന്നു എന്നാണ് പറയുന്നത്. അതിന് ചേരുന്ന ഓക്സിലറി വെർബ് ഈസ് ആണോ, ആം ആണോ, ആർ ആണോ എന്ന് നോക്കുക. ദെൻ സെക്കൻഡ് വൺ, ഷീ ഡാഷ് ഹെർ ഹോംവർക്ക് എവറി ഡേ. അവൾ അവളുടെ ഗൃഹപാഠം, ഹോംവർക്കൊക്കെ എല്ലാ ദിവസവും ചെയ്യുന്നു. അപ്പം ഡു ആണോ, ഡസ് ആണോ, ഡിഡ് ആണോ, ഏതാണ് ഈ ഷീ എന്ന സബ്ജക്റ്റിനൊപ്പം വരാൻ, അല്ലെങ്കിൽ ചെയ്യുന്നു എന്ന അർത്ഥത്തിൽ വരാൻ സാധ്യതയുള്ളത് എന്ന് നോക്കുക. ദെൻ തേർഡ് വൺ, ദേ ഡാഷ് ഇൻ ദി ക്ലാസ് റൂം. അപ്പോൾ അവർ ക്ലാസ് റൂമിലാണ് എന്ന് പറയാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഓക്സിലറി വെർബ് ഏതാണ്? ഈസ് ആണോ, ആണോ, ആം ആണോ? ദെൻ ഫോർത്ത് വൺ, ഹി ഡാഷ് എ ന്യൂ ബൈസൈക്കിൾ. അപ്പോൾ അവനൊരു പുതിയ ബൈസൈക്കിൾ ഉണ്ട്, ഇതാണ് നമുക്ക് സൈക്കിൾ ഉണ്ട് എന്നാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ അതിന് നമ്മളെ സഹായിക്കുന്നു, ഉണ്ട് എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടി ഹീക്കൊപ്പം ഏതാണ് ചേർക്കേണ്ടത്? ഹാവ് ആണോ, ഹാസ് ആണോ, ഹാഡ് ആണോ? ഓക്കെ, നിങ്ങൾ ഒന്ന് എഴുതി നോക്കുക. ഓക്കെ, സമയം കളയുന്നില്ല, എഴുതി കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഞാനൊരു വിദ്യാർത്ഥിയാണ്. ഇങ്ങനെ പറയാം, ഐ ആം. ഞാൻ പറഞ്ഞിരുന്നു ഐ എപ്പോഴും ചേരുക ആമിനൊപ്പമാണ്. ഐ ആം എ സ്റ്റുഡൻറ്റ്. അപ്പോൾ ആം എന്ന ഓക്സിലറി വെർബ് ഐക്കൊപ്പം മാത്രമാണ് ഉപയോഗിക്കുക. ഐ എം എ സ്റ്റുഡൻറ്റ്. ഷി ഡാഷ് ഹെർ ഹോംവർക്ക് എവറി ഡേ. ഡു ഉണ്ട്, ഡസ് ഉണ്ട്, ഡിഡ്. അപ്പോൾ അവൾ എല്ലാ ദിവസവും ഹോംവർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞു പോയ കാര്യമല്ല, എല്ലാ ദിവസവും തുടരുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ രണ്ടെണ്ണം ഉള്ളത് ഡൂവും ഡസ്സും ആണ്. അതിൽ ഡു എന്ന് പറയുന്നത് പ്ലൂറൽ സബ്ജക്റ്റിനൊപ്പവും ഡസ് എന്ന് പറയുന്നത് ഹി, ഷീ, ഇറ്റ് ഇവയ്ക്കൊപ്പമാണെന്ന് നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഷീ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൻസർ ഡസ്. ഷി ഡസ് ഹെർ ഹോംവർക്ക് എവറി ഡേ. ദേ ഡാഷ് ഇൻ ദി ക്ലാസ് റൂം. ഈസ്, ആർ, ആം. നമുക്കറിയാം ആം ഉപയോഗിക്കുന്ന ഐക്കൊപ്പമാണ് ഹി, ഷീ, ഇറ്റ്, അതിന് അല്ലെങ്കിൽ പേരിനൊപ്പമാണ് ഈസ് ഉപയോഗിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൻസർ ആർ ആണ്. ദേ ആർ ഇൻ ദി ക്ലാസ് റൂം. ദെൻ ഫോർത്ത് വൺ, ഹി ഡാഷ് എ ന്യൂ ബൈസൈക്കിൾ. അപ്പോൾ അവനൊരു പുതിയ സൈക്കിൾ ഉണ്ടെന്നാണ് പറയേണ്ടത്. അപ്പം ഹി ആയതുകൊണ്ട് തന്നെ അവിടെ പ്ലൂറൽ സബ്ജക്റ്റിനുള്ള ദേ, യു, വി കൊണ്ടുവന്നിട്ട് കാര്യമില്ല, മറിച്ച് അല്ലെങ്കിൽ ഹാവ് ഫോംസ് കൊണ്ടുവന്നിട്ട് കാര്യമില്ല. അപ്പം സിംഗുലറിനോട് എപ്പോഴും ചേർന്ന് നിൽക്കുക ഹി, ഷീ, ഇറ്റ് അതൊക്കെയാണ്. അപ്പോൾ അതിനൊപ്പം നമ്മൾ ചേർക്കേണ്ടത് ഹാസ എന്ന് പഠിച്ചിരുന്നു. ഇവിടെ ഹി ഹാസ് എ ന്യൂ ബൈസൈക്കിൾ. Okay, second worksheet, fill in the blanks worksheet. So you just try to answer these questions. First question, I dash your friend. അപ്പം ഞാൻ നിൻ്റെ സുഹൃത്താണ് എന്നാണ് പറയേണ്ടത്. അപ്പം അതിന് ചേരേണ്ട, ഐക്കൊപ്പം ചേരേണ്ട ഓക്സിലറി വെർബ് ഓർക്കുക. ദെൻ ഷീ ഡാഷ് എ ബ്യൂട്ടിഫുൾ വോയിസ്. അവൾക്കൊരു മനോഹരമായ ശബ്ദമുണ്ട്. അപ്പോൾ അത് പറയണം. അപ്പോൾ ഉണ്ട് എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടി ഷീക്കൊപ്പം ഏത് ഓക്സിലറിയാണ് ചേർക്കേണ്ടതെന്ന് നോക്കുക. ദെൻ തേർഡ് വൺ, ദേ ഡാഷ് പ്ലേയിങ് ക്രിക്കറ്റ്. അവർ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ദേയ്ക്കൊപ്പം വേണ്ട ഓക്സിലറി വെർബ് ഏതാണെന്ന് നോക്കുക, അത് ചേർക്കുക. ദെൻ ഫോർത്ത് വൺ, ഹി ഡാഷ് നോട്ട് അണ്ടർസ്റ്റാൻഡ്. അവന് മനസ്സിലാകുന്നില്ല, മനസ്സിലായില്ലെന്നല്ല, അവന് മനസ്സിലാകുന്നില്ല. അപ്പോൾ അതിന് നമ്മളെ സഹായിക്കുന്ന ഓക്സിലറി വെർബ്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഡൂവും ഡസ്സും ആണ്. അപ്പം ഇവിടെ ഹീക്കൊപ്പം ഏതാണ് വരേണ്ടതെന്ന് നോക്കുക. ദെൻ ഫിഫ്ത്ത് വൺ, വി ഡാഷ് അവർ ഹോംവർക്ക് യെസ്റ്റർഡേ. അപ്പം ഞങ്ങൾ ഇന്നലെ ഞങ്ങളുടെ ഹോംവർക്ക് ചെയ്തു എന്ന്. അപ്പം ഇന്നലെ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് പറയാൻ ഉള്ള ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് മെയിനായിട്ട് ഡിഡാണ്. അപ്പം അത്രയും കാര്യങ്ങൾ ചെയ്ത് ഓർത്ത് നമുക്ക് ആൻസർ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐക്കൊപ്പം ചേരാനുള്ള ഓക്സിലറി വെർബ് എന്ന് പറഞ്ഞാൽ ആം ആണ്. ഐ ആം യുവർ ഫ്രണ്ട്. ഞാൻ നിൻ്റെ സുഹൃത്താണ്. ഷീ, അവൾക്ക് മനോഹരമായ ശബ്ദമുണ്ട്. ഉണ്ട് എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടി നമ്മൾ ഷീക്കൊപ്പം ഹാസ് ചേർക്കുന്നു. ഷീ ഹാസ് എ ബ്യൂട്ടിഫുൾ വോയിസ്. ദേ ഡാഷ് പ്ലേയിങ് ക്രിക്കറ്റ്. അവർ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ആകുന്നു എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടി നമ്മൾ ആറാണ് ഇവിടെ ഉപയോഗിക്കുക. ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ്. ദെൻ ഹി ഡാഷ് നോട്ട് അണ്ടർസ്റ്റാൻഡ്. അപ്പം അവന് മനസ്സിലാവില്ല എന്നാണ് നമ്മൾ പറഞ്ഞത്, അല്ലേ? മനസ്സിലായില്ല. അപ്പം
നമ്മൾ എന്ത് ഓക്സിലറി വെർബാണ് ഉപയോഗിക്കേണ്ടത്? ഹി ആയതുകൊണ്ട് തന്നെ ഡസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഹി ഡസ് നോട്ട് അണ്ടർസ്റ്റാൻഡ്, അല്ലെങ്കിൽ ഹി ഡസ് ഇൻ അണ്ടർസ്റ്റാൻഡ്. ദെൻ ഫിഫ്ത്ത് വൺ, വി ഡാഷ് അവർ ഹോംവർക്ക് യെസ്റ്റർഡേ. അപ്പം ഞങ്ങളുടെ ഹോംവർക്ക് ഇന്നലെ ചെയ്തു. അപ്പോൾ നമുക്ക് പറയേണ്ട അല്ലെങ്കിൽ വേണ്ട ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് ഡിഡ് ആണ്. വി ഡിഡ് അവർ ഹോംവർക്ക് യെസ്റ്റർഡേ. Dear friends, today we learned the three most important helping verbs in English, that is be forms, am, is, are, was, were. Then do forms like do, does, did, and have forms have, has, had. We learned their uses and how to use them in sentences. So if you master these verbs, you will understand English grammar much better. So you just try to write 5 sentences with the be verbs, 5 sentences with the do verbs, and 5 sentences with have verbs. Read them aloud at least 3 times. So thank you so much for watching day 12 of our 31-day English fluency course. If you found this lesson helpful, like this video, subscribe my channel and turn on the notification bell. See you in the next class. Keep practicing, keep speaking, and keep growing. Happy learning. Thank you.